അങ്ങനെ മൂന്നാമത്തെ ദിവസമാണ് മെയിൻ കോൺട്രാക്ടറായ അമ്മു കോൺക്രീറ്റ് കൊത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ക്രെഡിറ്റ് വെറുതെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരാ, കാരണം നമ്മളെ സ്റ്റാഫ് ഇടുന്നേക്കാളും കണ്ട എന്താ അതിലേക്ക് വൃത്തി കണ്ടില്ലേ, അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തായാലും നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് എന്തായാലും ഇപ്പോൾ അവരെടുക്കില്ലല്ലോ അല്ലേ. मोटो क्यों वो लोग इतना अच्छा दीवार नहीं बना रहे? मालूम नहीं हैं? मैडम के पास से पूरा खाने वाला को ट्रेनिंग देना पड़ेगा. എൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് ട്രെയിനിങ് എടുക്കേണ്ടിയിരുന്നേ. ഓ പहले ना इसको बाय को भेजने का श्रीनी को. हाँ ഇതൊക്കെ ഓരോ ചുമരും കണ്ടില്ലേ, എന്ത് വൃത്തിയാണ് കണ്ടില്ലേ, ഇതൊക്കെ എന്ത് വൃത്തിയാണ്. ഇതൊക്കെ അമ്മ ഇതേപോലെ കുത്തി ഇതാക്കിയതാണ്. ഇപ്പോൾ നമ്മൾ വൈബ്രേറ്റർ അടിക്കാതെ എന്താ വെച്ചാൽ നമ്മൾ ഇത്ര ഹൈറ്റിലിടുന്ന സമയത്ത് ഈ വൈബ്രേറ്റർ അടിക്കണേക്കാളും ഫിനിഷിങ്ങിൽ നമുക്കിത് കുത്തിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനൊന്നും ഒരു കണ്ണോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടാനുള്ള കാരണം ഇത്രയും കറക്റ്റായിട്ട്, അതായത് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൈബ്രേറ്റർ അടിക്കുന്നതിന് പകരം നന്നായിട്ട് കമ്പ്യൂട്ടർ, പണ്ടത്തെ കാലത്തൊക്കെ കമ്പ്യൂട്ടറിനെ കുത്തിയിരുന്നു. പിന്നെ ഇതിൽ വൈബ്രേറ്റർ അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വരുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഇത്രയും ഹൈറ്റിലൊക്കെ ഷട്ടർ ചെയ്തിട്ട് വൈബ്രേറ്റർ അടിക്കുന്ന സമയത്ത് ഒരുപാട് ലീക്കായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുത്തുന്നത്. മെയിനായിട്ട് ഇതിൽ ഹണി കോമ്പ് ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ നന്നായി കുത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹണി കോമ്പൊന്നും വരില്ല. ഇതിപ്പോൾ നമ്മൾ എത്ര ദിവസമായി അമ്മ ഇവിടെ വന്നിട്ട്? രണ്ടാം തീയതി മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു അല്ലേ. ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല. കാന്തല്ലൂരാട്ടോ ഇപ്പോൾ ഏകദേശം 17 ഡിഗ്രിയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അറിയില്ല. വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹണി കോമ്പ് എന്ന് പറയുന്നത് കണ്ടോ. ഇപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് വരുമ്പോഴാണ് വലിയ ഇതായിട്ട് ഹണി കോമ്പ് വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു 2 എണ്ണയുള്ള ഇപ്പോൾ ഈ ഒരു ചുമരിൽ ഇത്രയും നീളത്തിലുള്ളത് കണ്ടില്ലേ. ഇതൊക്കെ തറേൻ്റെ ഉള്ളാട്ടോ, അത് പ്ലിന്താണ്, പ്ലിന്തിൻ്റെ ഉള്ളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ പുറം ഞാൻ കാണിച്ചു തരാം. പുറപ്പോൾ കാണിക്കാൻ പറ്റില്ല, ഫുൾ ഷീറ്റ് ചാരി വെച്ചതാണ്. പക്ഷേ ഈ ഒരു ഫിനിഷിങ്ങാണ് പുറം. എന്തായി കഴിഞ്ഞാലും വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ വിചാരിക്കും ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കറങ്ങൽ മാത്രമാണെന്ന്. ഇതോടൊപ്പം ആരും പറയാനും കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കി ഇടുന്നത്.